സ്നേഹമുള്ളവരെ, വളരെ വിജ്ഞാനപ്രദമായ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ. ചങ്ങനാശ്ശേരി ക്രിസ്ത്യോതി കോളേജിൽ നിന്നുള്ള കാഴ്ചയാണ്. അവിടെ പ്രൊഫസർ ബെന്നോ ജോസ്, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും കൂടിയാണ്. അദ്ദേഹം നമ്മുടെ മുമ്പിൽ പാറകളുണ്ടാകുന്നത് എങ്ങനെ, ഫോസിൽസ് എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ തടികൾ കല്ലായി മാറുന്നു, ജുവൽസ് എങ്ങനെയാണ് വേർതിരിക്കപ്പെടുന്നത്, ഇതിനെക്കുറിച്ച് നമുക്ക് നൽകുന്ന വളരെ വിജ്ഞാനപ്രദമായ അറിവാണ്. നമുക്കിത് ശ്രദ്ധാപൂർവം കേൾക്കാം. ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ജെം സ്റ്റോൺസിൻ്റെ കളക്ഷനാണ്. നമ്മുടെ മാലയിലൊക്കെ കമ്മലൊക്കെ പോയി കല്ലുകൾ. ഞങ്ങൾക്കിത് ഡൊണേഷൻ കിട്ടിയതാണ്. ഇത് എല്ലാം ജയ്പൂർ, സൂറത്തൊക്കെ ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. ഓക്കെ ഓക്കെ. സൂറത്ത് ബിസിനസിൻ്റെ കേന്ദ്രമാണ്. ഞാനൊരു ചെറിയ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് തരാം. ഇത് നാച്ചുറൽ സ്റ്റോണാണ്. ഇതെല്ലാം നാച്ചുറൽ. ഓക്കെ. ഇത് നാച്ചുറൽ സ്റ്റോൺ അല്ല, ഇത് ആർട്ടിഫിഷ്യൽ. ഇത് നാച്ചുറലാണോ ആർട്ടിഫിഷ്യലാണോ തിരിച്ചറിയാനുള്ളൊരു വളരെ എളുപ്പ വഴി തെക്കായിട്ട് ചെയ്യാൻ സാധ്യത. രണ്ട് കൈ പിടിച്ച് ഒരുപോലെ പിടിക്കണം. എന്നിട്ട് രണ്ടും കൂടി ഇങ്ങോട്ട് വയ്ക്കുക, ചീക്കയിലോട്ട് വയ്ക്കുക ഒരുപോലെ. പിന്നെ ഫീലിംഗ് വ്യത്യാസം ഫ്ലാറ്റായിട്ട് ഫ്ലാറ്റ് സക്സസ് തണുപ്പ് കൂടുതലാണ്. ഓ ശരി. നാച്ചുറൽ സ്റ്റോൺസിൽ എപ്പോഴും ഒരു തണുപ്പ് കാണുന്നത്. അങ്ങനെ നമുക്ക് തിരിച്ചറിയാം. ഫീൽ ചെയ്ത് ബ്ലേഡ് പോലെയാണ്. ഓ, പാറകൾ തന്നെയാണ്, കൈ മുറിയുന്ന രീതിയാണ്. ഷാർപ്പാണ്. ഇതൊക്കെ അന്നത്തെ ആ മൃഗങ്ങളുടെ ഓ ശരി. ശിലായുഗ കാലത്തെ. ആ ശരി. ഒറിജിനൽ. അത് ശരി ശരി. ആ ഹാ ഹാ. ആരോ ഹെഡ്സ് ആണ് ഇതെല്ലാം. ഓക്കെ ഓക്കെ. ആ ഹാ. അതായത് അമ്പിന്റെ അറ്റത്ത് ഇതെല്ലാം വിഷം പറ്റുന്നത്. ഓ ശരി. ആ ഹാ. പോകത്തില്ല. ഇത് ഭയങ്കര ഷാർപ്പുമാണ്, ഹാർഡുമാണ്. ഓ ശരി. ആ ആ ശരി. ഓ കറക്റ്റായിട്ട് അല്ലേ ഇങ്ങനെ. ആ ഹാ. ഓ ശരി. ആ ഹാ. ചതഞ്ഞു പോവാ. ആ ഓക്കെ ഓക്കെ. അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ മുമ്പ് ജീവിച്ചിരുന്ന ജീവികൾ കടലിന്റെ അടിത്തട്ടിൽ കൂടി കല്ലായി മാറും. That takes lakhs of years. Okay. Lakhs and millions of years. ഇത് പാറയ്ക്കകത്ത് കക്ക ഇരിക്കുന്ന കാണാൻ കണ്ടോ? ഓ ശരി. ഇതൊക്കെ ഫോസിലുകൾ. ഇത് ഞങ്ങൾക്ക് തമിഴ്നാട്ടിലെ മണപ്പാട് നിൽക്കുക. ഓ ശരി ശരി. ഇത് ശരിക്കും ഫോസിൽസ് ആണോ? ഇത് ആക്ച്വൽ ഫോസിൽസ് ആണ്. ഓക്കെ ശരി. ഷെല്ല് കണ്ടത് കക്കയുടെ ഷേപ്പ് ആണ്. ഓ ശരി. ആഹാ. കക്കയുടെ ഷേപ്പ് ആണ്. ഓ പിരിഞ്ഞിരിക്കുന്നുണ്ട്. നല്ലതവിടെയാണ് ഞാൻ കാണിച്ചത്. ചെയ്യുന്നുണ്ട് കക്കയുടെ ഷേപ്പ്. ഇത് കണ്ടോ? ഓക്കെ ഓക്കെ. കല്ലായി ഇപ്പം. ഓ കല്ലായി. ഷെല്ലല്ല. ആ ഓക്കെ ഓക്കെ. സ്റ്റോൺ. ഓ ശരി. ബട്ട് ഇത് ഒരു ജീവിയുമായി ബന്ധപ്പെട്ടതാണ് അതിനെ ഫോസിൽ. ഫോസിൽ. ഓക്കെ ഓക്കെ. മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഓ ശരി ശരി. ആഹാ. ഷേപ്പിലുള്ള പാറകളൊക്കെ കണിഞ്ഞത്തെ ഒരിക്കലും നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നത് സംഭവിക്കുന്നത് മണൽക്കാറ്റേറ്റ് ഇത് ഒരഞ്ഞൊരഞ്ഞ് അങ്ങനെ മാറി 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 സംഭവം. ഓക്കെ. പാറകളാണ് ഇതൊക്കെ. എവിടെ നിന്ന്? ഇതിപ്പോൾ രാജസ്ഥാൻ ഡൊണേഷനാണ്. ഓക്കെ ഓക്കെ. അറിയാം. ആ ശരി. ആ ഹാ ഹാ. അലക്സ് ഭാഷ. ഓക്കെ ശരി. ആ ഓക്കെ ഓക്കെ. ആ ഹാ. ഓ ആ ശരി. ഓഹോ. ഓ ശരി. ആ ഹാ ഹാ. ആ പോളിഷ് ചെയ്ത് അല്ലേ? ആ ഇതില്ലേ. ഓക്കെ ഓക്കെ. ഇതിന് വിലയില്ല. പോളിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിന് മൂല്യം വരുന്നത്. ഇതാണ് ശരിക്കും അതിൻ്റെ റോ മെറ്റീരിയൽ അല്ലേ? റോ മെറ്റീരിയൽ. ഓ ശരി. ഓക്കെ ഓക്കെ. ആ ഹാ. അപ്പോൾ ഇത് ആ മനസ്സിലാക്കിയല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഓരോന്ന് കാറ്റഗറിയിൽ ഇപ്പം മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഇത് ഇങ്ങനെ തിരിച്ചറിയുന്നത് എങ്ങനെ? പ്രോപ്പർട്ടീസ് ഉണ്ടാകും. ഓക്കെ ഓക്കെ. ആ അതെ. ഓ ശരി. ആ തരത്തിൽ അറിയാവുന്ന മനസ്സിലായി. ഓക്കെ ഓക്കെ. ആ ഓക്കെ 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 ഓക്കെ. കണ്ടു ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ മൈക്രോസ്കോപ്പിലും ഐഡന്റിഫൈ. ആ ആ. ഇത് ശരിക്കും ലാവാ ഫ്ലോ ആണ്. ഇത് അത്യപൂർവ്വം പൊട്ടി ഒഴിയോ? ഓ ശരി ശരി. ബോംബെയിലൊക്കെ. ഓ ശരി. ആ ഓക്കെ. ഇത് പണം കൊടുത്ത് വാങ്ങിച്ചതാണ്. ഓക്കെ ഓക്കെ. ഇത് ശരിക്കും വോൾക്കാനിക്. അത് അതിൻ്റെ ആ ലാവ ഫ്രീസ് ചെയ്ത് കട്ടിയാ.
മഹാരാഷ്ട്ര മുഴുവനില്ല ഓഫ് ഓ ശരി. പണിയുന്ന കല്ല് നമ്മൾ കരിക്കല്ലുകൊണ്ട് പണിയുന്നത് പോലെ അവരിത് അല്ല എപ്പോഴെങ്കിലും ബോംബെ പോകുമ്പോൾ അവിടുത്തെ അല്ല മഹാരാഷ്ട്ര പോകുമ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻസ് നോക്കിയാൽ മതി. ആ കല്ലെല്ലാം ഈ ലവോഫുള്ള കട്ടിയായ പാറയാണ്. ഇത് പതുക്കെ കല്ലായി മാറി ഓൾറെഡി മാറി. നല്ല വെയിറ്റ് മനസ്സിലായി. ഇത് തടിക്ക് എത്രയും വെയിറ്റ് വരത്തില്ല. അയ്യോ തടിയാണ് അത് കല്ലായിട്ട് മാറുന്നല്ലേ. അപ്പൊ ഇത് കണ്ട തടിയാന്നല്ലേ പറയുന്നത്. ഓ ശരി. സ്റ്റോൺ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ തടിയിൽ മറ്റ് പ്രോപ്പർ അതായത് ഈ സ്റ്റോൺ ഇത് ചേർന്നിട്ട് അങ്ങനെ ആകുന്നതാണോ അതോ അല്ല റീപ്ലേസ്മെന്റ് ആണ് അടിയിൽ ഇത് കടന്നു കഴിയുമ്പോൾ ഇത് ബേസിക്കലി സെല്ലുലോസ് ആണല്ലോ. ഓക്കെ തടിയുന്നത് നേച്ചർ അങ്ങോട്ട് എടുക്കും. മനസ്സിലായി. ഇങ്ങോട്ട് ഓക്കെ ഓ അങ്ങനെ ഓയ്യടാ സ്ട്രക്ചർ അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യും. ഓഹോ സ്ട്രക്ചർ ഓഫ് വുഡ് വിൽ ബി പ്രിസർവ്ഡ് ആസ് ഓഹോ കണ്ട തടി. ഓക്കെ ഇതൊക്കെ എത്ര വർഷത്തിന്റെ പഴക്കം കാണും ഇപ്പം? ഒരു 6000-7000 വർഷത്തിന്റെ അല്ലേ? ഓക്കെ ആയിട്ടില്ല അതിന്റെ പ്രശ്നം. ഓ യെസ് ഇത് ഈ സ്റ്റേജ് ആവണമെങ്കിൽ പിന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കും. ഭൂമിക്ക് അടി കിടക്കുകയും വേണം. ഒന്നും സംഭവിക്കില്ല. ഓക്കെ ഇത് പെട്രോളിയത്തിലേക്ക് വരുമ്പം അതിനേക്കാളും അതിന്റെ ഇരട്ടികൾ. ഓ ശരി കുഴിച്ചെടുത്ത് പ്രോസസ് ചെയ്ത് തിരിച്ചു മാറ്റുന്നല്ലേ. മണ്ണെണ്ണയും എല്ലാം കൂടെ. ഓ ഇത് നമ്മുടെ ഇത് നമ്മൾ ഈ ടർപ്പൻ്റെ ഒക്കെ ഈ അല്ലെ അങ്ങനെ ഒരു ഇത് വരുന്ന ഓഹോ പെട്രോൾ ശരി അവിടുന്ന് വരച്ച ശരി പമ്പ് ചെയ്തെടുക്കുന്നു. പ്രോസസ് റിഫൈനറി ചെന്ന് പലതായിട്ട് മാറ്റുന്നു.